സോ ഹായ് സ്റ്റുഡൻസ്, നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു ലാബ് നിങ്ങൾക്ക് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ലാബിൽ ഓരോ പ്രോഗ്രാംസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു വീഡിയോ ഇടാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഓരോ വീഡിയോ ഓരോ പ്രോഗ്രാമായിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ പഠിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും ലാബിൽ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാം ലിബ്രെ ഓഫീസ് റൈറ്റർ വെച്ചിട്ട് ഒരു ലീവ് ലെറ്റർ ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. യൂസിങ് ദ വേർഡ് പ്രോസസ്സർ ലിബ്രെ ഓഫീസ് റൈറ്റർ ക്രിയേറ്റ് എ ലീവ് ലെറ്റർ. ആ ലീവ് ലെറ്ററിൽ പ്രിപ്പയർ ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, എ തൊട്ട് ജി വരെ. ആ ക്വസ്റ്റ്യൻസിന് വേണ്ട ഓരോ കാര്യങ്ങൾ ചെയ്ത് കാണിച്ച് ഔട്ട്പുട്ട് കാണിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് നിങ്ങളുടെ ഫസ്റ്റ് പ്രോഗ്രാം. അപ്പോൾ അതിൻ്റെ അകത്ത് പ്രൊസീജിയേഴ്സ് തന്നിട്ടുണ്ട്. ഓരോ കാര്യങ്ങൾ ഈ എ തൊട്ട് ജി വരെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, 1 by 1 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉള്ള പ്രൊസീജിയേഴ്സ് ആണ് തന്നിരുന്നത്. അപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് ഈ പ്രൊസീജിയറാണ് പഠിക്കേണ്ടത്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഈ ക്വസ്റ്റ്യൻസ് കാണും, ഇതിനുള്ള ആൻസർ ഔട്ട്പുട്ട് കാണിക്കണമെങ്കിൽ ഈ പ്രൊസീജിയർ കാണാതെ പഠിച്ചുകൊണ്ട് വന്ന് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ പ്രൊസീജിയർ പഠിക്കുന്നത് അതിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ആദ്യം എന്താ ചെയ്യേണ്ടത്, ലെറ്റർ അല്ലേ ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ലിബ്രെ ഓഫീസ് റൈറ്ററാണ് ഓപ്പൺ ചെയ്യേണ്ടത്. ഒരു ന്യൂ ഡോക്യുമെൻ്റ് എടുക്കണം. അപ്പോൾ അതിന് ഫയൽ എടുത്ത് ന്യൂ എടുത്ത് ടെക്സ്റ്റ് ഡോക്യുമെൻറ്റ് ഓപ്പൺ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ലീവ് ലെറ്റർ ടൈപ്പ് ചെയ്യുക, അതിനെ സേവ് ചെയ്യുക. സേവ് ചെയ്യണമെങ്കിൽ ഏത് മെനു ഉപയോഗിക്കണം, ഫയൽ സേവ് മെനു ഉപയോഗിക്കണം. പിന്നെ ഇനി അടുത്ത നമ്മളുടെ ഈ ക്വസ്റ്റ്യൻസിനുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അടുത്ത നമ്മൾ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആദ്യമേ ഫ്രമ്മിൻ്റെയും ടൂവിൻ്റെ അഡ്രസ്സസ് ഉണ്ട്, അതിനെ ബോൾഡ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബോൾഡ് ആക്കണമെങ്കിൽ എടുക്കേണ്ട മെനു ഓപ്ഷനാണ് ഫോർമാറ്റ് ക്യാരക്ടർ. അപ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങൾ പഠിക്കുമ്പോൾ ഇത് 3 സ്റ്റെപ്പ് കുഴപ്പമില്ല, എളുപ്പം പഠിക്കാം. കാരണം എടുക്കുക, ലിബ്രെ ഓഫീസ് റൈറ്റർ എടുക്കുക, ന്യൂ ടെക്സ്റ്റ് ന്യൂ ഡോക്യുമെൻ്റ് എടുക്കുക, ടൈപ്പ് ചെയ്യുക, സേവ് ചെയ്യുക, അങ്ങനെ ചെയ്യുക. ഇനി നിങ്ങൾ പഠിക്കുമ്പം ഓരോ ക്വസ്റ്റ്യന് ഏത് മെനു ഓപ്ഷനാണ് നമുക്ക് ആവശ്യം വരുന്നത് അത് പഠിക്കുക. അപ്പം ബോൾഡ് ആക്കണമെങ്കിൽ ഏത് മെനു ഓപ്ഷൻ, ഫോർമാറ്റ് ക്യാരക്ടർ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ഓൺ സെൻറ്റൻസിൽ അങ്ങ് എഴുതിയാൽ മതി. അല്ലാണ്ട് ഈ പ്രൊസീജിയർ എങ്ങനെ ഫുൾ കാണാതെ പഠിക്കണം, അങ്ങനെ സ്റ്റെപ്പ് ഓരോ സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് അങ്ങനെ പഠിക്കണമെന്നൊന്നുമില്ല. അപ്പം ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് മെനു ഓപ്ഷൻ ഫോർമാറ്റ് ക്യാരക്ടറാണ്. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് സേവ് ചെയ്തതിന് ശേഷം അടുത്ത ക്വസ്റ്റ്യൻ എന്താ, ഫ്രമ്മും ടു അഡ്രസ്സിനെ എന്ത് ചെയ്യണം, ബോൾഡ് ആക്കണം. അപ്പോൾ അതിന് യൂസ് ചെയ്യേണ്ട ഓപ്ഷനാണ് ഫോർമാറ്റ് ക്യാരക്ടർ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഫോൺ സൈസ്, അഡ്രസ്സിൻ്റെ ഫോൺ സൈസ് 12 ആക്കാനാണ്. അതിനും യൂസ് ചെയ്യേണ്ട മെനു ഓപ്ഷൻ ഏതാണ്, ഫോർമാറ്റ് ക്യാരക്ടർ. അടുത്ത എന്ത് ചെയ്യാനാണ്, ജസ്റ്റിഫൈ ചെയ്യാനാണ്. അപ്പം ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മെനു ഓപ്ഷൻ ഫോർമാറ്റ് പാരഗ്രാഫ്. അത് കഴിഞ്ഞിട്ട് ഡബിൾ സ്പേസിങ് ആക്കാൻ വേണ്ടിയിട്ട്, അതായത് ലൈൻസിൻ്റെ ഇടയിൽ സ്പേസിങ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഡബിൾ സ്പേസിങ്. അപ്പോൾ അതിനും യൂസ് ചെയ്യുന്നത് ഫോർമാറ്റ് പാരഗ്രാഫ്. ആൻഡ് ദ ലാസ്റ്റ് വൺ, നമ്മളുടെ താഴെ ലെറ്ററുടെ ഏറ്റവും താഴെ ടൈപ്പ് ചെയ്യുന്നത് ഇത്, ഈ യോസ് ഫെയ്ത്ത്ഫുള്ളി അജിത് തങ്കച്ച് എന്നൊക്കെ പറഞ്ഞാൽ അത് റൈറ്റ് സൈഡിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും റൈറ്റ് അലൈൻ ചെയ്യണം, അതിനും വേണ്ടി ഫോർമാറ്റ് പാരഗ്രാഫ്. ആൻഡ് ലാസ്റ്റ് വൺ സേവ് ചെയ്യുക, ഫയൽ സേവ്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കുക, അതിന് സേവ് ചെയ്തതിന് ശേഷം ഏതൊക്കെ മെനു ഓപ്ഷൻസ് ആണ് വേണ്ടത്. അപ്പം ഫോർമാറ്റ് ക്യാരക്ടർ ആദ്യത്തെ 2 ഓപ്ഷന് ഫോർമാറ്റ് ക്യാരക്ടർ, പിന്നത്തെ ബാക്കി 3 ക്വസ്റ്റ്യൻസിനും വേണ്ട ഓപ്ഷൻസ് ഏതൊക്കെയാണ്, ഫോർമാറ്റ് പാരഗ്രാഫ് ആൻഡ് ദ ലാസ്റ്റ് വൺ ഫയൽ സേവ്. അപ്പോൾ ഏത് മെനൂസാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് ആദ്യമേ നോക്കി പഠിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ പ്രൊസീജിയർ എഴുതാനായിട്ട്. അപ്പം ഈ പ്രൊസീജിയർ എഴുതി കഴിഞ്ഞ് ടീച്ചറിനെ കാണിച്ചാലേ ടീച്ചർ അത് വെരിഫൈ ചെയ്ത് പ്രോഗ്രാം ചെയ്യാനായിട്ട് പറയത്തുള്ളൂ. ഇനി നമുക്ക് പ്രോഗ്രാം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യമേ നമ്മൾ എന്താ എടുക്കേണ്ടത്, ആപ്ലിക്കേഷൻസിൽ പോയിട്ട് നമ്മളുടെ ഇതെടുക്കുക, ഓഫീസ് എടുക്കുക. ഓഫീസിൽ ലിബ്രെ ഓഫീസ് റൈറ്റർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഓപ്പണായി വരും. അപ്പോൾ ഓപ്പണായി വന്നു കഴിഞ്ഞാൽ ഫയൽ എടുക്കണം, ന്യൂ എടുക്കണം, അതിൻ്റെ അകത്ത് ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് എടുക്കുക. ഓക്കെ, അപ്പോൾ ഒരു ബ്ലാങ്ക് ഇത് വരും, ഫയൽ ന്യൂ ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ
ഒരു ബ്ലാങ്ക് ഷീറ്റ് വരും. ആ ബ്ലാങ്ക് ഷീറ്റിൻ്റെ അവിടെ എന്ത് ടൈപ്പ് ചെയ്യണം, നമ്മൾ ലെറ്റർ ടൈപ്പ് ചെയ്ത് റെഡിയാക്കുക. അപ്പം ലാബ് എക്സാമിന് നിങ്ങൾ തന്നെ ആണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഫ്രം എഴുതുക, അതിൻ്റെ അഡ്രസ്സ് എഴുതുക, പിന്നെ ടു എഴുതുക, അതിൻ്റെ അഡ്രസ്സ് എഴുതുക. അതൊക്കെ ഇങ്ങനെ കാണാൻ പഠിക്കുകയല്ല ഉദ്ദേശിക്കുന്നത്. ഒരു ലെറ്റർ എഴുതണമെങ്കിൽ എന്തൊക്കെ വേണം അതൊക്കെ നിങ്ങൾക്ക് കോമൺലി അറിയാവുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ അത് ആ ഒരു ഫോർമാറ്റിൽ പഠിക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രം അജിത് തങ്കച്ചൻ, +2 ഹ്യൂമാനിറ്റീസ്, GHSS എടത്തല, ടു ക്ലാസ് ടീച്ചർ, GHSS എടത്തല. സബ്ജക്റ്റ് ടൈപ്പ് ചെയ്യുക, റെസ്പെക്റ്റഡ് സർ, എനിക്ക് ലീവ് വേണം, ഞാൻ ഹോസ്പിറ്റലിൽ പോവാണ്, അപ്പോൾ എനിക്ക് ലീവ് ഗ്രാൻഡ് ചെയ്യാന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ സെൻറ്റൻസ് നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്താൽ മതി. അതിൽ ഗ്രാമറ്റിക്കൽ മിസ്റ്റേക്കോ അങ്ങനെ ഒന്നും നോക്കില്ല. എന്തെങ്കിലും മാറ്റർ ടൈപ്പ് ചെയ്യുക. ലാസ്റ്റ് യോസ് ഫെയ്ത്ത്ഫുള്ളി അജിത് തങ്കച്ചൻ എടത്തല, പ്ലേസും ഡേറ്റും ടൈപ്പ് ചെയ്ത് ഇങ്ങനെ റെഡിയാക്കുക. ഓക്കെ. അപ്പോൾ ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് മാറ്റിക്കോട്ടെ. അപ്പോൾ ഞാനവിടെ അത് റെഡിയാക്കിയിട്ടുണ്ട്. ഓക്കെ. ഇനി നമ്മളുടെ ക്വസ്റ്റ്യനിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ. സോ ഫസ്റ്റ് നമ്മളോട് എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, ബോൾഡ് ഫേസ് ചെയ്യണം. ഓക്കെ. ഫ്രമും ടു അഡ്രസ്സ് അത് ബോൾഡ് ഫേസ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ ഏത് മെനൂസാണ്, ഫോർമാറ്റ് ക്യാരക്ടർ, ബാക്കി എല്ലാത്തിനും യൂസ് ചെയ്യേണ്ട ഫോർമാറ്റ് പാരഗ്രാഫാണ്. അപ്പോൾ ബോൾഡ് ഫേസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫോർമാറ്റ് ക്യാരക്ടർ എടുക്കണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഈ 2 അഡ്രസ്സ്, ഫ്രം അഡ്രസ്സ് സെലക്ട് ചെയ്യണം, ടു അഡ്രസ്സും സെലക്ട് ചെയ്യുക. ആദ്യമേ ഫ്രം അഡ്രസ്സ് സെലക്ട് ചെയ്യുക, പിന്നെ ടു അഡ്രസ്സ്. ഓക്കെ. ഫ്രം അഡ്രസ്സ് സെലക്ട് ചെയ്തിട്ട് ഏത് മെനു ഓപ്ഷനാണ്, ഫോർമാറ്റിൽ ക്യാരക്ടർ എടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് ഫോണ്ട് എന്ന് പറഞ്ഞാൽ അതിലുണ്ട്, സ്റ്റൈൽ എടുക്കുക. സ്റ്റൈലിൽ എന്ത് കൊടുക്കുക, ബോൾഡ് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ അത് ബോൾഡ്. അതേപോലെ തന്നെ നമ്മളുടെ ടൂവിൻ്റെ അഡ്രസ്സ് അതും സെലക്ട് ചെയ്യുക. മൗസ് വെച്ചിട്ട് സെലക്ട് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഫോർമാറ്റ് എടുത്തിട്ട് ക്യാരക്ടർ എടുക്കുക. ക്യാരക്ടർ എടുത്തിട്ട് അവിടെയും എന്ത് ചെയ്യുക, ബോൾഡ് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ അത് ബോൾഡ്. ഓക്കെ. അപ്പോൾ ഫോർമാറ്റ് ക്യാരക്ടർ വെച്ചിട്ട് ഇത് 2 അഡ്രസ്സും ബോൾഡാക്കി. ഇനി നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ. ആ അഡ്രസ്സസിൻ്റെ ഫോണ്ട് സൈസ് 12 ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ 2 ഫോണ്ട് സൈസ് ഓൾറെഡി 12 ആണ്. അപ്പോൾ നമ്മളിപ്പം നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ 12 അല്ല നിങ്ങളുടെ സൈസ്. എവിടെ കണ്ടില്ലേ, സെറിഫ് 12 ഫോണ്ട് സൈസ് കണ്ടോ, 12 എന്ന് കാണിക്കുന്നത്. അവിടെ നിങ്ങളുടെ സൈസ് 12 അല്ല, 10, 11 അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ അഡ്രസ്സസ്, ഈ 2 അഡ്രസ്സസ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഈ 2 അഡ്രസ്സസ് ഒന്നിച്ച് സെലക്ട് ചെയ്യണമെങ്കിൽ ഇപ്പോൾ മൗസ് വെച്ചിട്ട് ഞാൻ എവിടെ മൗസ് കൊണ്ടുവന്ന് വെച്ചിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോൾ ഇത് സെലക്ട് ആവും. ഇനി താഴത്തെ ഈ ക്ലാസ് ടീച്ചറും കൂടി ഒരുമിച്ച് സെലക്ട് ചെയ്യണമെങ്കിൽ കൺട്രോൾ കീ അമർത്തിക്കൊണ്ട് മൗസ് ഡ്രാഗ് ചെയ്താൽ മതി. കൺട്രോൾ കീ അമർത്തി പിടിക്കുക, എന്നിട്ട് ഈ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ഒന്നിച്ച് നമുക്കത് സെലക്ട് ചെയ്തിട്ട് ഒന്നിച്ച് നമുക്കങ്ങ് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിനും വേണ്ടി ബോൾഡ് ഈ ക്യാരക്ടറുടെ സൈസ്, ഫോണ്ട് സൈസ് കൂട്ടണമെങ്കിലും ഫോർമാറ്റ് എടുക്കുക, ക്യാരക്ടർ എടുക്കുക, എന്നിട്ട് അതിൻ്റെ അകത്ത് സൈസ് എത്ര കൊടുക്കുക, 12 കൊടുക്കാനല്ലേ പറഞ്ഞിരുന്നു. അപ്പോൾ 12 ഓൾറെഡി 12 ആയതുകൊണ്ട് ഇനി മാറ്റേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഇപ്പോൾ ഫോണ്ട് സൈസ് 10 ആണ് കിടക്കുന്നതെങ്കിൽ യു ഹാവ് ടു സെലക്ട് 12 ആൻഡ് ഗിവ് ഓക്കെ. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് ഫോർമാറ്റിൽ ആ ഒരു മെനു ഓപ്ഷൻ എടുത്തിട്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ പരീക്ഷയ്ക്ക് എങ്ങാനും നിങ്ങൾ ഫോർമാറ്റിൻ്റെ ആ ഒരു ഓപ്ഷൻ മറന്നു പോകുന്നു എന്നൊക്കെയുള്ള ഇതുണ്ടെങ്കിൽ സെലക്ട് ചെയ്തിട്ട് എവിടെ ഈ ഫോണ്ട് സൈസ് എവിടെ നിന്ന് മാറ്റാനും നിങ്ങൾക്ക് സാധിക്കും. 10 മാറ്റി നമുക്ക് വേണമെങ്കിൽ 12 ഒക്കെ ആക്കാം. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ പഠിച്ച് ഈ മെനു ഓപ്ഷൻ യൂസ് ചെയ്യാനാണ് ലാബിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഓപ്ഷൻസ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്, 12 ആക്കി. ഇനി ബോഡി ഓഫ് ദ ലെറ്ററിനെ ജസ്റ്റിഫൈ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബോഡി ഓഫ് ദ ലെറ്റർ എന്ന് വെച്ചാൽ ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഈ റെസ്പെക്റ്റഡ് സർ കഴിഞ്ഞിട്ട് ഈ അകത്ത് എഴുതുന്ന സാധനത്തിനെയാണ് ബോഡി ഓഫ് ദ ലെറ്റർ എന്ന് പറയുന്നത്. അതിനെ ജസ്റ്റിഫൈ ചെയ്യുക. ജസ്റ്റിഫൈ ചെയ്യാന്ന് വെച്ചാൽ ഈ ലെഫ്റ്റ് മാർജിനും റൈറ്റ് മാർജിനും എവിടെ നിങ്ങൾക്ക് കാണാം, ഇതെല്ലാം കയറി ഇറങ്ങിയിരിക്കുന്നത്, അതിനെ ഒരു നിരയിൽ ആക്കുന്നതിനാണ് ജസ്റ്റിഫൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് 2 രീതിയിലാണ് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന്, എങ്ങനെ ബോഡി സെലക്ട് ചെയ്തിട്ട് ഇവിടുത്തെ ഈ ഓപ്ഷൻ ജസ്റ്റിഫൈഡ് ഞെക്കിയാൽ മതി, അമർത്തിയാൽ മതി. പക്ഷെ നിങ്ങളുടെ പ്രൊസീജിയറിൽ അതല്ല ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഫോർമാറ്റ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് പാരഗ്രാഫ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ. ആദ്യത്തെ 2 ക്വസ്റ്റ്യന് ഫോർമാറ്റ് ക്യാരക്ടർ എടുത്തു. അടുത്ത ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് ഫോർമാറ്റ് പാരഗ്രാഫ് എടുക്കുന്നു. എന്നിട്ട് അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞൊരു ടാബ് ഉണ്ട്.
അതിൻ്റെ ഇതിൻ്റെ അകത്ത് ജസ്റ്റിഫൈഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഓക്കെ ആക്കുക. അപ്പോൾ അത് ഓക്കെ ആകും. സോറി, ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തപ്പം എല്ലാം സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റിഫൈഡ്. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ എവിടെ ഇപ്പോൾ എന്തെങ്കിലും സ്പേസ് ഇച്ചിരി കൂടിപ്പോയതുകൊണ്ടാണ് അവിടെ എൻ്റെ ഇത് ഇങ്ങനെ ഇത്രയും ഗ്യാപ്പ് കണ്ട് അതൊന്ന് ബാക്ക് സ്പേസ് അടിച്ചിട്ട് ഒരു സ്പേസ് അടിച്ച് ഇവിടുത്തെ ഇച്ചിരി എക്സ്ട്രാ സ്പേസിങ് ഉണ്ട്, അതുകൊണ്ടാണ് ആ ഒരു ഇത് വരുന്നത്. ഞാനപ്പോൾ അതൊക്കെ ഒന്ന് ഭംഗിയാക്കുകയാണ്. അപ്പോൾ ഇത്ര ആക്കി ഇനിയിപ്പോൾ അത് റെഡിയായി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ബോഡി ഇപ്പോൾ അലൈൻഡ് ആണ്, ജസ്റ്റിഫൈഡ് ആണ്. ലെഫ്റ്റ് മാർജിനും റൈറ്റ് മാർജിനും ഒരേ ഇതിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് ആസ് ജസ്റ്റിഫൈഡ്. അപ്പോൾ അത് നമ്മൾ ഏത് ഓപ്ഷൻ എടുത്താൽ ഫോർമാറ്റ് എടുത്ത് പാരഗ്രാഫ് എടുത്തു, എന്നിട്ട് അതിൻ്റെ അകത്ത് അലൈൻമെൻറ്റിൽ ജസ്റ്റിഫൈഡ് കൊടുത്തിട്ടാണ് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ജസ്റ്റിഫൈ ചെയ്തതിന് ശേഷം ഈ ബോഡിക്കകത്തുള്ള ലൈൻ സ്പേസിങ് ഡബിൾ ആക്കാനും ഫോണ്ട് സൈസ് 11 ആക്കാനുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫോണ്ട് സൈസ് 11 ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമേ നമുക്കത് ചെയ്യാം. ഫോണ്ട് സൈസ് 11 ആക്കണമെങ്കിൽ എന്ത് യൂസ് ചെയ്യണം? ഫോർമാറ്റ് എടുക്കുക, ക്യാരക്ടർ എടുക്കുക, എന്നിട്ട് ഇവിടുത്തെ സൈസ് എത്ര ആക്കുക? 11 ആക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ അത് ചെറുതാവും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഫോർമാറ്റ് പാരഗ്രാഫ് എടുക്കണം. എന്നാലേ നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഈ വരിയുടെ ഇടയിൽ ഇപ്പോൾ ഗ്യാപ്പ് ഇല്ലല്ലോ ഓരോ വരിയുടെ ഇടയിൽ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ലൈൻ സ്പേസിങ് കൂട്ടാൻ വേണ്ടിയിട്ട് ഡബിൾ സ്പേസിങ് ആക്കണമെങ്കിൽ ഫോർമാറ്റ് എടുത്തിട്ട് പാരഗ്രാഫ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് ഇൻഡൻസ് ആൻഡ് സ്പേസിംഗ് എന്ന് പറഞ്ഞൊരു ഇത് ടാബ് ഉണ്ട്. അതിൻ്റെ അകത്തെ ലൈൻ സ്പേസിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ? അതിൻ്റെ അകത്ത് എന്ത് സെലക്ട് ചെയ്യണം? ഡബിൾ സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അപ്പം കണ്ടോ ഇതിൻ്റെ ഇടയിലെ ഗ്യാപ്പ് കൂടിയിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഹൗ യു ഇൻക്രീസ് ദ സ്പേസിംഗ് ബിറ്റ്വീൻ ദ ലൈൻസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് അലൈൻ ദ നെയിം ആൻഡ് സിഗ്നേച്ചർ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡോക്യുമെൻറ്റ്. അതായത് നമ്മളുടെ ഇത് കണ്ടോ, ഈ യോസ് ഫെയ്ത്ത്ഫുള്ളി അജിത് തങ്കച്ചൻ, ഇത് ലെഫ്റ്റ് സൈഡിലാണ്, അത് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവരാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവരാനും എന്ത് ചെയ്യണം? ആദ്യമേ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇതിനെ റൈറ്റിലോട്ട് കൊണ്ടുവരണ്ടേ. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്നത് ഫോർമാറ്റ് എടുക്കുക, പാരഗ്രാഫ് എടുക്കുക, എന്നിട്ട് അലൈൻമെൻറ്റ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് റൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് റൈറ്റിലോട്ട് വരുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? സേവ് ദ ഫയൽ അഗെയിൻ. അപ്പോൾ വീണ്ടും സേവ്, കാരണം നമ്മൾ ഇത്രയും മാറ്റങ്ങൾ വരുത്തിയത് സേവ് ചെയ്യണ്ടേ. അപ്പോൾ സേവ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് സേവ് ചെയ്യേണ്ട? ഫയൽ എടുക്കുക, സേവ് കൊടുക്കുക. സേവിൻ്റെ അകത്ത് എവിടെ സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുക അത്. ഓക്കെ, അപ്പോൾ ഡോക്യുമെൻറ്റ്സിൽ നമുക്ക് നിങ്ങൾക്കൊരു പരീക്ഷയ്ക്കൊക്കെ ചെയ്യുമ്പം ഡോക്യുമെൻറ്റ്സ് എടുത്തു, എന്നിട്ട് ഒരു ക്രിയേറ്റ് ഫോൾഡർ ഞെക്കുക. അപ്പോൾ ടൈപ്പ് നെയിം ഓഫ് ദ ന്യൂ ഫോൾഡർ വരും. അവിടെ എന്ത് ടൈപ്പ് ചെയ്യുക? നിങ്ങൾ എക്സാം എന്ന് പറഞ്ഞുകൊണ്ട് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പോൾ ആ എക്സാം എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഇവിടെ തുറന്നിരിക്കും. അപ്പോൾ ഇവിടെ നമ്മളുടെ ഇതിൻ്റെ പേര് leave.odt എന്നാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ leave.odt കൊടുക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഒന്നും കൊടുക്കാതെ .odt കൊടുക്കാതെ സേവ് ചെയ്യുമ്പോഴും അത് .odt ഫോമാറ്റിൽ തന്നെ സേവ് ആയിക്കോളും കേട്ടോ. അപ്പോൾ കണ്ടോ ഓട്ടോമാറ്റിക്കലി ഇവിടെ leave.odt ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. അപ്പോൾ പേര് മാത്രം കൊടുത്താലും അത് സേവ് ആയി. ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് പ്രോഗ്രാം. മനസ്സിലായെന്ന് വിചാരിക്കും. ഓക്കെ, താങ്ക് യു.